വാർത്തകൾ വിശദമായി. കൊടകര കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായനികുതി വകുപ്പിനും ഹൈക്കോടതിയുടെ നോട്ടീസ്. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിക്കുവാനാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ നിർദ്ദേശം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സംസ്ഥാന പോലീസ് മേധാവിയോടും ഹൈക്കോടതി വിശദീകരണം തേടി. കൊടകര കവർച്ച കേസിലെ 50ാം സാക്ഷി സന്തോഷ് നൽകിയ ഹർജിയിലാണ് നോട്ടീസ്. അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടാണ് ഹർജി. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് 2021 ഏപ്രിൽ 3-നാണ് ദേശീയപാതയിൽ കൊടകരയ്ക്കടുത്ത് ഒരു സംഘം കാറിൽ നിന്ന് പണം അപഹരിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന കള്ളപ്പണമാണ് ഇതെന്ന ആക്ഷേപം ഉയരുകയും രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വിനിയോഗിക്കാനായി കർണാടകയിൽ നിന്ന് BJP കേരളത്തിലെത്തിച്ച 3.5 കോടി കൊടകരയിൽ കവർന്ന കേസാണിത്. സംഭവം നടന്നിട്ട് ഏപ്രിൽ 4-ന് 3 വർഷം തികയുന്നു. ആദ്യഘട്ടത്തിൽ തകൃതിയായി നടത്തിയ അന്വേഷണം പിന്നീട് മന്ദഗതിയിലായി. തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ അപ്രസക്ത തസ്തികയിലേക്ക് മാറ്റി. ഇത് CPM BJP ധാരണ കാരണമാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. പ്രതികളെല്ലാം ജാമ്യത്തിലിറങ്ങി. 3.5 കോടി കവർന്നതിൽ 1.4 കോടി എവിടെയെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. 2021 ഏപ്രിൽ 4-ന് പുലർച്ചെ 4:40-നാണ് കൊടകരയിൽ വ്യാജ അപകടം സൃഷ്ടിച്ച് കാർ തട്ടിക്കൊണ്ടുപോയി 3.5 കോടി കവർന്നത്. കൊടകര പോലീസിൽ പരാതിപ്പെട്ടത് ഏപ്രിൽ 7-ന് രാത്രി 9:55-നാണ്. ദുരൂഹത തോന്നിയതിനാൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. BJPയുടെ പണമായിരുന്നെന്നും 3.5 കോടി ഉണ്ടായിരുന്നെന്നും പ്രത്യേക സംഘം കണ്ടെത്തി. 23 പേരെ അറസ്റ്റ് ചെയ്തു. BJP നേതാക്കൾ ഉൾപ്പെടെ 19 പേർ സാക്ഷികളാണ്.